ഇന്നൊരു ചെറിയ ഹോസ്പിറ്റൽ വിസിറ്റ് ആണേ. അപ്പം നമ്മൾ ഒരുങ്ങിയ സമയത്ത് ജോഷൂട്ടിന് ഉറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ജോഷൂട്ടിനെ എടുത്തുകൊണ്ട് ആ ഉറക്കത്തിൽ തന്നെ നമ്മൾ പോവുകയാണേ. നമ്മുടെ നാട്ടിലെ തന്നെയുള്ള ശാന്തി ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം അന്നൂസൊക്കെ ജനിച്ച ഹോസ്പിറ്റലാണത്. എന്നാ ഹോസ്പിറ്റൽ കണ്ടാലും നമുക്ക് അന്നത്തെ ഒരു ആളലുണ്ട് കേട്ടോ ഉള്ളിൽ. പിന്നെ കുഞ്ഞുമായിട്ട് വരുന്നതിൻ്റെ സന്തോഷവും കാര്യങ്ങളും എല്ലാം നമുക്ക് ആ ഹോസ്പിറ്റലിൽ നമുക്ക് എപ്പോൾ ചെന്നാലും നമുക്കത് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണേ. തൊട്ടടുത്ത് തന്നെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് റോബിച്ച് നമ്മൾ ഹോസ്പിറ്റലാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ. ആ സമയത്ത് നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ച് നമ്മൾ ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയി. ഇപ്പോൾ ക്യാൻറ്റീൻ നമ്മൾ തിരിച്ചു വരുന്ന വരവാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷൂട്ടിൻ്റെ മൊട്ടത്തലയിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടി മമ്മിയുടെ ഒരു ചെറിയ ഷോളും കൂടെ അവൻ്റെ തലയിലിട്ട്. അപ്പോൾ ആ ഷോളും കൂടെ കണ്ടപ്പോൾ അവൻ ഈ കാക്കു കണ്ടേക്കാണ് കളിക്കുന്ന പോലെ അവൻ കുറച്ച് കളിയൊക്കെ കളിച്ചു. അവൻ്റെ വിചാരം അങ്ങനെ കളിക്കാൻ വേണ്ടി തലയിട്ടതായിരിക്കുമെന്ന്. അതിൻ്റെ സന്തോഷമൊക്കെ അവൻ്റെ മുഖത്തുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ റോബിച്ചിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടറെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, റോബിച്ചിനെയാണ് വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് നല്ല എ സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടും കാര്യങ്ങളില്ല. പുറത്തധികം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അകത്ത് വന്നിരിക്കുകയാണ്. നന്നായിട്ടൊരു ഉറക്കവും വയറ് നിറച്ച് ഫുഡും കൂടെ കഴിച്ചപ്പം ജോഷൂട്ടൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് നേരത്തേക്ക് അവൻ ഭയങ്കര സ്മാർട്ടായിരിക്കും കേട്ടോ. കുറച്ച് നേരം അവൻ്റെ കളിക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ ഓരോന്ന് പുതുതായിട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ മൂക്ക് ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ ചെവി പഠിപ്പിച്ചപ്പോൾ അവൻ മൂക്ക് മറന്നിട്ട് ഇപ്പം മൂക്ക് ചോദിച്ചാൽ ചെവിയാണ് പറയുന്നത്. പിന്നെ ടാറ്റ അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈങ് കിസ് കൊടുക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ ടാറ്റ പറയുമ്പോൾ ഫ്ലൈങ് കിസ് ആണ് കൊടുക്കുന്നത്. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിരിക്കുന്ന കാണുമ്പോൾ അവനൊരു സന്തോഷം, അവൻ കളിക്കുന്ന അപ്പം നമുക്കൊരു സന്തോഷം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് റോബിച്ചൻ വന്നു കേട്ടോ. അപ്പോൾ റോബിച്ചൻ അടുത്തൊരു മീറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് പിടിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവിടുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും നമ്മൾ കഴിച്ചില്ല, നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കഴിക്കണം. റോബിച്ചനാണെങ്കിൽ പോകുന്ന വഴിക്ക് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിൽ സ്പീഡിൽ പോകുന്ന ടൈമാണ് കേട്ടോ. ആ സമയത്ത് നമ്മൾ ഓരോന്ന് വർത്താനം പറയുമ്പോൾ റോബിച്ചൻ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് ഓരോ വർത്താനമൊക്കെ പറയാണ്. മമ്മിയാണ് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ക്ഷീണത്തിലൊക്കെ ഭയങ്കര സൈലൻ്റ് ആയിട്ട് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം എത്താനായപ്പോൾ ജോഷൂട്ടിന് ചെറിയൊരു കരച്ചിലും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ AC അടിച്ചിട്ടായിരിക്കാം ചെറിയ ചുമയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തും എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ചെറിയൊരു വെയിലും കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ളത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ AC ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവനെ കൊണ്ടുപോയി. അവൻ്റെ മൊട്ടത്തലയിൽ ഇപ്പോഴും വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണല്ലോ ഇപ്പോഴത്തെ വെയിലിൽ. ഈ സമയത്തൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പുറത്തു പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. വെയിൽ കൊണ്ട് എൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട്, അതിനേക്കാൾ ഉപരി നമുക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങളെ വീട്ടിലെത്തിച്ചതിന് ശേഷം നേരെ റോബിച്ചൻ പോയത് പേരാമ്പ്രയ്ക്കാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 സമയപ്പോഴേക്കും റോബിച്ചൻ തിരിച്ചെത്തി കേട്ടോ. റോബിച്ചൻ വന്നതിന് ശേഷം ഞങ്ങൾ ഈങ്ങാപ്പുഴയ്ക്ക് പോയിട്ടോ. നമ്മൾ വാളിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ റേറ്റും കാര്യങ്ങളും നല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈങ്ങാപ്പുഴയിലെ ഫ്ലവർ വൈസ് ഒക്കെ ഉള്ളൊരു ഷോപ്പിൽ പോയി. അതിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്തില്ല, പക്ഷെ നമ്മളത് അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ജോഷൂട്ടിനെ എൻ്റെ മോളെയും കൂടെ മമ്മിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതും കൊണ്ട് ജോഷൂട്ടിനെ മാത്രം നമ്മൾ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അവൻ്റെ ഉറക്ക സമയമായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി സൂചി വെക്കാനാന്ന് പറഞ്ഞാൽ പിന്നെ അന്നൂസ് ഞങ്ങളുടെ കൂടെ വരത്തേയില്ല. അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ടാണ് നമ്മൾ പുറത്ത് ചാടാറ്. പിന്നെയെന്ന് വെച്ചാൽ അന്നൂസ് സ്കൂൾ വിട്ട് വന്ന സമയമായിരുന്നു. ആൾ നല്ല ക്ഷീണത്തിലാണ്. കാരണം ആനുവൽ ഡേ നടക്കുന്നതുകൊണ്ട് നല്ല ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ക്ഷീണമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവിടുന്ന് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ വീഡിയോയും എന്തിനാണ് ഈ ഡെക്കറേഷൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളതായിട്ട് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എൻ്റെ കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു മിനി വ്ളോഗ്. മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.